ലീഗ് നേതാവ് മുൻ മന്ത്രിയുമായ കെ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു എന്നുള്ളതാണ്. സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കെ കുട്ടി അഹമ്മദ് കുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ താനൂരിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. നേരത്തെ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ 2004 അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി ചുമതല പ്രവർത്തിച്ചയാളാണ്. മുസ്ലിം ലീഗിന്റെ MLA ആയിരുന്നു. 1992 ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്നുമാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. പിന്നീട് 1996 2001 തിരുരങ്ങാടിയിൽ നിന്നും അദ്ദേഹം നിയമസഭയിൽ എത്തി എന്നുള്ളതാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു കെ കുട്ടി അഹമ്മദ് കുട്ടി എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ നേതാവായിരുന്നു. നിലവിൽ 9ഉം 11ഉം കേരള നിയമസഭയിലെ ഒരു അംഗമായും ആണ് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ്. കെ സേതാലിക്കുട്ടി മാസ്റ്ററുടെ മകനായി 1953 ജനുവരി 15 അദ്ദേഹത്തിന്റെ ജനനം എന്നുള്ളതാണ്. അദ്ദേഹം BSc പൂർത്തിയാക്കി മുസ്ലിം ലീഗ് താനൂർ മണ്ഡലം കമ്മിറ്റി അധ്യക്ഷനായിരുന്നു. STയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റായിരുന്നു. മലപ്പുറം ജില്ലാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ സ്ഥാനങ്ങളെല്ലാം തന്നെ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹമുള്ളത് നിലവിൽ താനൂരിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെയാണ്. മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലോട് കൂടിയാണ് ഏതാണ്ട് അന്ത്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സമാനതകളില്ലാത്ത നേതാവ് കൂടിയാണ് അദ്ദേഹം. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയെ അവസാന നാളുകളിൽ വരെ അദ്ദേഹം നിറസാന്നിധ്യമായി സജീവമായി തന്നെ രാഷ്ട്രീയ പൊതുരംഗത്ത് സജീവമായി തന്നെ പ്രവർത്തിച്ചിരുന്നു. മുസ്ലിം ലീഗിനെ എല്ലായ്പ്പോഴും വളരെ തണലായി പ്രവർത്തിച്ച നേതാവാണ് കെ കുട്ടി അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഈ നേതാവ്. അദ്ദേഹത്തിന്റെ അന്ത്യത്തിൽ മുസ്ലിം ലീഗിനും ഒപ്പം തന്നെ രാഷ്ട്രീയ കേരളത്തിനും തീരാ നഷ്ടമെന്നാണ് നേതാക്കളൊക്കെ തന്നെ അനുസ്മരിക്കുന്നത്. സമീർ, ഇപ്പോൾ അദ്ദേഹം അങ്ങനെ മന്ത്രി പദവി വരെ എത്തിയ നേതാവാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ അദ്ദേഹം ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ അടക്കം നേതൃനിരയിൽ അദ്ദേഹം ഒരു കാലത്തുണ്ടായിരുന്നു. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ താഴെ തട്ടിലൂടെ തന്നെ വളർന്നു വന്ന് ലീഗ് നേതൃത്വത്തിലെത്തിയ ഒരു നേതാവാണ്. ആ നിലയ്ക്ക് അത് ലീഗിന് വലിയ നഷ്ടം കൂടിയാണല്ലോ അദ്ദേഹത്തിൻ്റെ വിയോഗം. സമീർ, ഉന്മേഷ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. 1992 അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്നും മത്സരിക്കുന്നു. പിന്നീട് 1996 2001 തിരുരങ്ങാടിയിൽ നിന്നുമായി മത്സരിച്ചാണ് അദ്ദേഹം നിയമസഭയിൽ എത്തുന്നത് എന്നുള്ളതാണ്. അതായത് ഏറ്റവും താഴെ തട്ടിൽ നിന്ന്, പ്രത്യേകിച്ച് താനൂർ മണ്ഡലം കമ്മിറ്റി മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അങ്ങനെ താഴെ തട്ടിൽ നിന്നും പ്രവർത്തിച്ച് അദ്ദേഹം മന്ത്രിസ്ഥാനം വരെ എത്തുന്ന അപൂർവ നേതാക്കളിൽ ഒരാളാണ് കുട്ടി അഹമ്മദ് കുട്ടി എന്നുള്ളതാണ് നിലവിൽ നേതാക്കൾ എല്ലാവരും തന്നെ അനുസ്മരിക്കുന്നത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നല്ല സജീവമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ച ഒരു നേതാവായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി. അതോടൊപ്പം തന്നെ അതിനുശേഷവും അദ്ദേഹം മലപ്പുറത്തും ഒപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലും അദ്ദേഹം നിറഞ്ഞു പ്രവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി ചുമതല വഹിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത. ഒപ്പം തന്നെ അദ്ദേഹം ഈ സംസ്ഥാന രാഷ്ട്രീയത്തിന് പുറമെ തന്നെ അദ്ദേഹത്തിന്റെ നാട്ടിലും അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് താനൂരിൽ നിന്നും അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നു. അതേ താനൂരിൽ തന്നെ അദ്ദേഹം മരിക്കുമ്പോഴും അദ്ദേഹം താനൂരിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ പ്രാദേശികമായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും പാർട്ടിയെ താഴെത്തട്ടിൽ നിന്ന് വളർത്താനുള്ള എല്ലാവിധ ശ്രമങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടായിരുന്നു ഈ കുട്ടി അഹമ്മദ് കുട്ടിയുടെ പ്രവർത്തനം എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം വളരെ സജീവമായി മന്ത്രി സ്ഥാനം എല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പിന്നീട് മുസ്ലിം ലീഗിന് എല്ലായ്പ്പോഴും മുസ്ലിം ലീഗിന് വലിയ ഒരു സ്വാധീനം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ വളരെ സ്ഥാനമുണ്ടായിരുന്ന, അല്ലെങ്കിൽ നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ അദ്ദേഹം താഴെ തട്ടിൽ നിന്നും പ്രവർത്തിച്ച് ഒരു മന്ത്രിസ്ഥാനം വരെ എത്തുന്നു. അങ്ങനെ താനൂരിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യവും സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ മൃതദേഹമുള്ളത് ഭൗതികദേഹമുള്ളത് അദ്ദേഹത്തിന്റെ താനൂരിലെ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ തന്നെയായിരുന്നു അന്ത്യം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ലീഗ് നേതാക്കളൊക്കെ തന്നെ ഈ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും മുസ്ലിം ലീഗിനും സംസ്ഥാന രാഷ്ട്രീയത്തിനും വലിയ തീരാ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുൻ മന്ത്രിയും ലീഗ് നേതാവുമായിരുന്ന കെ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചിരിക്കുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ അന്ത്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ലീഗ് നേതൃനിരയിൽ ഉണ്ടായിരുന്നു. താഴെ തട്ടിലൂടെ വളർന്നു വന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രേഖ. അദ്ദേഹം 1992 ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്ന് നിയമസഭയിലെത്തുന്നുണ്ട്. 1996 2001 തിരൂരങ്ങാടിയിൽ നിന്ന് നിയമസഭയിൽ എത്തി. ഉമ്മൻചാണ്ടി സർക്കാരിൽ 2004 ഉമ്മൻചാണ്ടി സർക്കാരിലാണ് അദ്ദേഹം തദ്ദേശ ഭരണമന്ത്രിയായി പ്രവർത്തിച്ചത്. അങ്ങനെ ലീഗിൻ്റെ ഒരു നേതാവ് കൂടി ഓർമ്മയാകുന്നു. മലപ്പുറത്തെ പ്രമുഖനായ നേതാവായിരുന്നു കെ കുട്ടി അഹമ്മദ് കുട്ടി ഇപ്പോൾ ഓർമ്മയായിരിക്കുന്നു.
സമീർ ബിൻ കരീം തുടരുന്നുണ്ട്. സമീർ, ഇപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണോ? താനൂരിലെ വസതിയിലാണല്ലോ ഇപ്പോൾ ഉള്ളതല്ലേ? ഉന്മേഷ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അന്ത്യമായത് കൊണ്ട് തന്നെ ആശുപത്രിയിലോ മറ്റും തന്നെ ആയിരുന്നില്ല എന്നുള്ളതാണ്. നേതാക്കൾ ഇപ്പോൾ വിവരം അറിഞ്ഞ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. താനൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ് നിലവിൽ മൃതദേഹം ഉള്ളത് എന്നുള്ളതാണ്. തീർത്തും അപ്രതീക്ഷിതമായ ഒരു വിയോഗമായിരുന്നു ഇത് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഒരു മുതിർന്ന നേതാവ്, ഒപ്പം തന്നെ മന്ത്രിസ്ഥാനം വരെ അലങ്കരിച്ചിരുന്ന വളരെ സജീവമായിട്ടുള്ള ഒരു നേതാവ്, അങ്ങനെ താഴെ തട്ടിൽ നിന്നും വളർന്നു വന്ന് ഉന്നതങ്ങളിലെത്തിയ മുസ്ലിം ലീഗിന് തീരാ നഷ്ടം തന്നെ ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ്. നിലവിൽ നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 11 മണിയോട് കൂടെയാണ് അന്ത്യം എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. നിലവിൽ വീട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഇതിന് തൊട്ടു മുന്നേ, ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിച്ച് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു മരണം, അന്ത്യം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. നിലവിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി ആയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. 9ഉം 11ഉം കേരള നിയമസഭയിലെ ഒരംഗമായാണ് അദ്ദേഹം പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത്. 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി അദ്ദേഹം വളരെ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് വളരെ ശ്രദ്ധേയമായ പദ്ധതികളെല്ലാം തന്നെ അദ്ദേഹം നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. 1992 ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്നും, പിന്നീട് 1996 2001 തിരുരങ്ങാടിയിലും അദ്ദേഹം പാർട്ടി പ്രതിനിധിയായി മത്സരിച്ച് അദ്ദേഹം നിയമസഭാ അംഗമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ താനൂർ മണ്ഡലം കമ്മിറ്റിയിൽ പ്രവർത്തിച്ച് അങ്ങനെ താഴെ തട്ടിൽ നിന്നും വളർന്നു വന്ന... ഒരു നിമിഷം സമീർ, ഇപ്പോൾ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ചേരുന്നുണ്ട് ടെലിഫോണിൽ. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, താങ്കൾ എങ്ങനെയാണ് കുട്ടി അഹമ്മദ് കുട്ടിയെ ഓർത്തെടുക്കുന്നത്? കുട്ടി അഹമ്മദ് കുട്ടി കുടുംബത്തോടെ പരമ്പരാഗതമായി തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു വലിയ അസറ്റായിരുന്നു. ഇതിന്റെ പിതാവും മദ്യവും അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ജനങ്ങളും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് പാർട്ടിയുടെയും അതുപോലെ തന്നെ അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് അതാത് കാലങ്ങളിലുണ്ടായ പാണക്കാട് തങ്ങന്മാരുടെയും ഒക്കെ വളരെ വിശ്വസ്തരായി വന്ന ഒരു കുടുംബമായിരുന്നു അത്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ കർമ്മനിരതനായ, പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലും MLA എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ, അനവധി കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ ലാളിത്യമുള്ള ആളാണ്, മിതഭാഷിയാണ്. അതൊക്കെയാണെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അത് വളരെ എല്ലാവരും പ്രശംസിക്കുന്ന ഒന്നാണ്. കുട്ടിയാമുട്ടി അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ചെയ്ത നല്ല കാര്യങ്ങളുടെ പേരിൽ എന്നും ഓർമ്മിക്കപ്പെടും. യാതൊരു സംശയവും ആ കാര്യത്തില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. ഞങ്ങളൊക്കെ ഇന്നത്തെ പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ്. പൊതു സമൂഹത്തിനും വലിയ നഷ്ടമാണ്. തികഞ്ഞ മതേതരവാദിയും എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ലളിത സ്വഭാവമുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ദുഃഖമാണ് പാർട്ടിക്കും കുടുംബത്തിനും ഞങ്ങൾക്കൊക്കെയും. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, ഇപ്പോൾ അദ്ദേഹം ഈ താഴെത്തട്ടിലൂടെ വളർന്നു വന്ന നേതാവ് കൂടിയാണല്ലോ. ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിനടക്കം നേതൃനിരയിലുണ്ടായിരുന്നു. അങ്ങനെ പടിപടിയായി വളർന്നു വന്നാണല്ലോ ഈ തദ്ദേശ വകുപ്പ് മന്ത്രി എന്നുള്ള സ്ഥാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് കൂടി അത് പാർട്ടിക്ക് ഒരു വലിയ ആഘാതമാണല്ലോ, താഴെത്തട്ടിലൂടെ വളർന്നു വന്ന സജീവമായ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്കല്ലേ? അതെ, പഞ്ചായത്ത് ഭരണവുമായി അദ്ദേഹത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഹമ്മദ് ഒരിക്കലുടെ കാലം തൊട്ട് തന്നെ ഞങ്ങൾ പുലർത്തി പോരുന്ന ഒരു രീതിയാണത്. പഞ്ചായത്ത് ഭരണത്തിൽ കഴിവ് തെളിയിച്ചവർ. അപ്പോൾ കുട്ടിയാമുട്ടിക്ക എല്ലാ പഞ്ചായത്തിലും, ജില്ലാ പഞ്ചായത്തിലും അതുപോലെ എല്ലാ താഴെ തട്ടിലും പ്രവർത്തിച്ച് അവിടുത്തെ ഒരു പരിചയം സിദ്ധിച്ച ആള് എന്നുള്ള നിലക്കാണ് പിന്നീട് അദ്ദേഹം MLA ആയും അതുപോലെ തന്നെ മന്ത്രിയായിട്ടും ഒക്കെ വരുന്നത്. അതിന്റെ ഗുണം സംസ്ഥാനത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഴിവ് ഞാൻ സൂചിപ്പിച്ചത് അതാണ്. ശരി, ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇപ്പോൾ കുട്ടി അഹമ്മദ് കുട്ടിയെ അനുസ്മരിച്ചത്. അല്പസമയം മുൻപാണ് ഈ വാർത്ത പുറത്തു വന്ന്. നേരത്തെ സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.